ഈശ്വംസിഹായിക സ്തുതിയായിരിക്കട്ടെ. അഭിൻ്റെ പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് കരിങ്കുന്നം പള്ളിയിലേക്ക് പുതിയ വികാരിയായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ബൈബിളിൽ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ പറയുന്നു, നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടാകണം. പരസ്പര സ്നേഹമുണ്ടെങ്കിൽ അതുമൂലം നിങ്ങൾ എൻ്റെ ശിഷ്യരാണ് എന്ന് ലോകം അറിയുമെന്ന്. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ മുഖമുദ്രയാണ് സ്നേഹവും സഹകരണം എന്ന് പറയുക. എല്ലാ ക്രൈസ്തവരും ഈ സ്നേഹത്തിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സ്നേഹം പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഓരോ ക്രൈസ്തവൻ്റെയും ഉത്തരവാദിത്വം. വൈദികരെന്ന നിലയിൽ, സമർപ്പിത എന്ന നിലയിൽ അവർ അല്പം കൂടി ത്യാഗമനോഭാവത്തോടെ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കരിങ്കുന്നത്തേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരിയേറെ സന്തോഷമുണ്ട്. കാരണം മലകളുള്ള പ്രകൃതി രമണീയമായ മനോഹരമായ ഈ ഭൂപ്രദേശത്ത് താമസിക്കുന്ന കരിങ്കുന്നം ഇടവകയുടെ നല്ലവരായ ആളുകൾ, ഈ ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റു മതസ്ഥരായ ആളുകൾ, അവരോടൊത്ത് ഈ സ്നേഹക്കൂട്ടായ്മയിൽ പങ്കുചേരാനായിട്ട് ദൈവം കൃപ നൽകിയതിനോർത്ത് ആദ്യമേ നന്ദി പറയുന്നു. എനിക്ക് ഒന്നു മാത്രമേ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ. ഈശോ നമ്മളോട് പറഞ്ഞ ഈ സ്നേഹക്കൂട്ടായ്മ നമുക്കൊരുമിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് പരിശ്രമിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ നിർലോഭമായ സഹകരണം ഉണ്ടാകും എന്ന് എനിക്കുറപ്പുണ്ട്. വിദേശത്തും സ്വദേശത്തുമുള്ള എല്ലാ നല്ലവരായ കരിങ്കുന്നം ഇടവകക്കാരെയും നിവാസികളെയും തമ്പുരാന്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുകയാണ്. ഈശോയുടെ ആ തിരുരക്തത്താൽ നമ്മളെല്ലാം കഴുകി വിശുദ്ധമാക്കപ്പെട്ട് നന്മയിൽ, സ്നേഹത്തിൽ, സാഹോദര്യത്തിൽ വളരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. 1993 ഞാൻ വൈദികനായിട്ട് അഭിഷിക്തനാവുക. ഇപ്പോൾ വിശ്രമജീവിതം നയിക്കുന്ന അഭിവന്ദ്യ കുര്യാക്കോസ് കുന്നശ്ശേരി തിരുമേനിയാണ് എനിക്ക് പട്ടം നൽകിയത്. ആദ്യമായിട്ട് ഞാൻ പിറവം ഇടവകയിൽ 1 വർഷക്കാലം അസിസ്റ്റന്റ് വികാരിയായി സേവനം ചെയ്തു. അതേ തുടർന്ന് കണ്ണൂർ മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഏതാണ്ട് 3 വർഷക്കാലം സേവനം ചെയ്തു. തുടർന്ന് ഡൽഹിയിൽ ഉപരിപഠനത്തിനായിട്ട് പോവുകയും 1999 തിരിച്ച് അരമനയിൽ അഭിയന്ത പിതാവിന്റെ നിർദ്ദേശമനുസരിച്ച് അസിസ്റ്റന്റ് പ്രൊക്യുറേറ്ററായിട്ട് ഏതാണ്ട് 10 മാസക്കാലം സേവനം ചെയ്തു. തുടർന്ന് വീണ്ടും കണ്ണൂരേക്ക് പോയി മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറിയും ഡയറക്ടറുമായിട്ട് ചാർജ് എടുത്തു. അതേ തുടർന്ന് KC വെയിലിലെ KCCയുടെ KCWയുടെ ഒക്കെ ചുമതല വഹിക്കുവാൻ, അങ്ങനെ മലബാറിലുള്ള എല്ലാ പള്ളികളിലും ഏതാണ്ട് 6 വർഷക്കാലം സ്തുത്യർഹമായി സേവനം ചെയ്യാനും കഴിഞ്ഞു. അവിടെ നിന്ന് തിരുവനന്തപുരത്തുള്ള നമ്മുടെ പള്ളിയിലേക്ക്, തിരുവനന്തപുരത്തും അതുപോലെ തന്നെ സമീപത്തുള്ള വിദൂര പള്ളിയിലുമായി 1 വർഷക്കാലം സേവനം ചെയ്തു. അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ കോട്ടയത്തുള്ള കത്തീഡ്രൽ പള്ളിയുടെ വികാരിയായിട്ട് ചാർജ് എടുക്കുകയുണ്ടായി. 5 വർഷക്കാലം കത്തീഡ്രൽ വികാരിയായിട്ട് സേവനം ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ അതിരൂപതയുടെ ശതാബ്ദി നടക്കുക. ശതാബ്ദിയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ അടുത്ത് ഇടപഴകുവാനായിട്ട് അതിൻ്റെ കമ്മിറ്റിയിലായിരുന്നു കൊണ്ട് ശതാബ്ദി പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുവാനായിട്ട് സാധിക്കുന്ന രീതിയിൽ കഴിഞ്ഞു. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അതേ തുടർന്ന് കൂടല്ലൂർ സെൻറ് മേരീസ് ദേവാലയത്തിലേക്ക് വികാരിയായിട്ട് ഞാൻ സ്ഥലം മാറി.
ഇപ്പോൾ 3 വർഷക്കാലം അവിടെ സേവനം ചെയ്തതിന് ശേഷമാണ് ഈ കരിങ്കുന്നത്തേക്ക് കടന്നു വന്നിരിക്കുക. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരുമിച്ച് തമ്പുരാൻ്റെ ആ വലിയ സ്നേഹത്തിൻ്റെ സന്ദേശം പങ്കുവയ്ക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.